ഹായ് ഓൾ, എല്ലാവർക്കും ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഐപ്ലസിന്റെ ഭാഗത്തു നിന്ന് ഒരു ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമുക്ക് ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാമല്ലേ? ഓണത്തിരക്കിനിടയിലും നമുക്ക് പഠനവും കൂടി കൊണ്ടുപോകാം. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. കൊമേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ഫൈനാൻഷ്യൽ ലിവറേജ്. ഫിനാൻഷ്യൽ ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഫോർമുലയാണ് ചോദിച്ചിട്ടുള്ളത്. ഫിനാൻഷ്യൽ ലിവറേജ്, ഓപ്പറേറ്റിംഗ് ലിവറേജ് ആൻഡ് കമ്പൈൻഡ് ലിവറേജ് എന്താണ് എന്ന് നമ്മൾ ബിസിനസ് ഫിനാൻസിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. പഠിച്ചിട്ടില്ലാത്തവർ അതൊന്ന് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പ്രോപ്പറായിട്ടൊന്ന് പോയി അതൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫിനാൻഷ്യൽ ലിവറേജിനുള്ള ഫോർമുല ഇതിൽ ഏതാണ്? എബിറ്റ് എന്ന് പറയുമ്പോൾ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണല്ലേ. എബിറ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ, എബിറ്റ് ഡിവൈഡ് ബൈ EBT, അതായത് ഏർണിംഗ് ബിഫോർ ടാക്സ്, എബിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ്, എബിറ്റ് ഡിവൈഡ് ബൈ വേരിയബിൾ കോസ്റ്റ്. ഇതിൽ ഏതാണ് നമ്മളുടെ ഫിനാൻഷ്യൽ ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല? ഓപ്ഷൻ ബി അല്ലേ, എബിറ്റ് ഡിവൈഡ് ബൈ EBT, അതായത് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഏർണിംഗ് ബിഫോർ ടാക്സ്. നമുക്ക് ജസ്റ്റ് ഫോർമുലാസ് ഒന്ന് നോക്കി പോകാം. ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ എബിറ്റ്, അതായത് കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ എബിറ്റ് ആണ് നമ്മളുടെ ഓപ്പറേറ്റിംഗ് ലിവറേജിനുള്ള ഫോർമുല. ദെൻ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുമ്പോൾ എബിറ്റ് ഡിവൈഡ് ബൈ EBT, എബിറ്റ് ഡിവൈഡ് ബൈ EBT അല്ലെങ്കിൽ PBT എന്നും പറയാം. EBT എന്ന് പറയുന്നത് ഏർണിംഗ് ബിഫോർ ടാക്സ്, PBT പറയുമ്പോൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ഇത് രണ്ടും നമ്മൾക്ക് ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യാൻ പറ്റുന്ന ടേംസ് ആണ്. ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടുപിടിക്കാൻ എബിറ്റ് ഡിവൈഡ് ബൈ EBT എന്ന് നമുക്ക് പറയാം. എബിറ്റ് അല്ലെങ്കിൽ EBTയുടെ കൂടെ ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്യുന്നതിനെയും നമുക്ക് എന്തായിട്ട് പറയാം? എബിറ്റ്, അതായത് ഏർണിംഗ് ബിഫോർ ടാക്സിന്റെ കൂടെ ഇൻട്രസ്റ്റ് തിരിച്ച് ആഡ് ബാക്ക് ചെയ്താൽ അത് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആയി. ഇൻട്രസ്റ്റും ടാക്സും അതിൽ നിന്ന് ലെസ് ചെയ്ത് മാറ്റുമ്പോഴാണ്, ഇൻട്രസ്റ്റ് ലെസ് ചെയ്ത് മാറ്റിയാൽ അതെന്തായി? ഏർണിംഗ് ബിഫോർ ടാക്സ് ആയി. നമ്മൾ ലെസ് ചെയ്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യാം. അതായത് ഏർണിംഗ് ബിഫോർ ടാക്സ് ആണ് ക്വസ്റ്റ്യനിൽ തന്നതെങ്കിൽ ഇൻട്രസ്റ്റ് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കിട്ടും. ദെൻ ഡിവൈഡ് ബൈ ഏർണിംഗ് ബിഫോർ ടാക്സ്, അതായത് EBT. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുമ്പോൾ എബിറ്റ് ഡിവൈഡഡ് ബൈ EBT. ഇനി എന്താണ് കമ്പൈൻഡ് ലിവറേജ്? കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഓപ്പറേറ്റിംഗ് ലിവറേജും ഫൈനാൻഷ്യൽ ലിവറേജും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് കമ്പൈൻഡ് ലിവറേജ് വരുന്നത്. ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിച്ചു വെക്കാൻ ചെറിയൊരു ട്രിക്ക് പറയാം. ഓപ്പറേറ്റിംഗ് ലിവറേജിൽ നമ്മൾ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ എബിറ്റ് ആയിരുന്നു. ഫിനാൻഷ്യൽ ലിവറേജിൽ എബിറ്റ് ഡിവൈഡ് ബൈ EBT ആയിരുന്നു. രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ ഒരു ഓപ്പറേറ്റിംഗ് ലിവറേജിൽ ഡിനോമിനേറ്ററിൽ വന്ന എബിറ്റും ഫിനാൻഷ്യൽ ലിവറേജിൽ ന്യൂമറേറ്ററിൽ വന്ന എബിറ്റും കൂടി വെട്ടിപ്പോകും. ഇത് രണ്ടും വെട്ടിപ്പോയാൽ തന്നെ നമുക്ക് ബാക്കി ഓപ്പറേറ്റിംഗിനും ലിവറേജും ഫിനാൻഷ്യലും തന്നെ അല്ലേ, അതായത് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBT. കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBT ആണ് നമ്മളുടെ കമ്പൈൻഡ് ലിവറേജ്. ഓപ്പറേറ്റിംഗ് ലിവറേജും ഫിനാൻഷ്യൽ ലിവറേജും കൂടി ഒന്ന് കമ്പൈൻ ചെയ്താൽ മതി. ഇത് രണ്ടും പഠിച്ചു വെച്ചാൽ നമ്മൾക്ക് ഈ ഒരു രണ്ട് ഇക്വേഷൻസും കൂടി കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഡിനോമിനേറ്ററിന്റെ എബിറ്റും ഇവിടെ ന്യൂമറേറ്ററിലുള്ള എബിറ്റും, ഈ രണ്ട് എബിറ്റും വെട്ടിപ്പോയാൽ തന്നെ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBT എന്ന് തന്നെ നമുക്ക് കമ്പൈൻഡ് ലിവറേജ് കിട്ടുന്നതായിരിക്കും. ഈ ഒരു ഇക്വേഷൻസും നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. അതുപോലെ തന്നെ ഈ ഒരു 3 ടൈപ്പ് ലിവറേജസിനെ പറ്റിയിട്ടും ഒന്ന് നോക്കി വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് മോട്ടിവേഷണൽ ഫാക്ടർ അക്കോർഡിംഗ് ടു ഹെർസ്ബർഗ്? ഹെർസ്ബർഗിന്റെ മോട്ടിവേഷണൽ തിയറീസ് നമ്മൾ ഒരുപാട് പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. ഹെർസ്ബർഗിന്റെ ആ ഒരു തിയറിയിൽ മോട്ടിവേഷണൽ ഫാക്ടർ അല്ലാത്തത് ഏതാണ്? ഇന്റർപേഴ്സണൽ റിലേഷൻ, വർക്ക് ഇറ്റ് സെൽഫ്, അഡ്വാൻസ്മെന്റ്, അച്ചീവ്മെന്റ്, സാലറി. ഇതിൽ ഏതൊക്കെയാണ് മോട്ടിവേഷണൽ ഫാക്ടർ അല്ലാത്തത്? മോട്ടിവേഷണൽ ഫാക്ടർ അല്ലാത്തത് എന്ന് ചോദിച്ചാൽ അവിടെ വേറെ ഏത് ഫാക്ടർ ഉണ്ട്? ഹൈജീൻ ഫാക്ടർ. ഹെർസ്ബർഗിന്റെ 2 ഫാക്ടർ തിയറിയെ പറ്റിയല്ലേ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഹെർസ്ബർഗിന്റെ 2 ഫാക്ടർ തിയറിയിൽ 2 ഫാക്ടേഴ്സ് ഉണ്ടല്ലേ, ഹൈജീൻ ഫാക്ടേഴ്സും മോട്ടിവേറ്റേഴ്സും ഉണ്ട്. ഹൈജീൻ ഫാക്ടേഴ്സിനെ തന്നെ നമ്മൾ ഡിസാറ്റിസ്ഫയേഴ്സ് എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ്? ആ ഒരു ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ ആ ഒരു എംപ്ലോയീസ് ഡിസാറ്റിസ്ഫാക്ഷനിലേക്ക് പോകും. പക്ഷെ ആ ഒരു ഫാക്ടേഴ്സ് ഒരിക്കലും അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നില്ല. ഇനി അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ നമ്മൾ സെപ്പറേറ്റ് മോട്ടിവേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ തിരിച്ചിട്ടുണ്ട്. അവിടെ ഹൈജീൻ ഫാക്ടേഴ്സും ഉണ്ട്, മോട്ടിവേറ്റേഴ്സും ഉണ്ട്.
അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് അല്ലാത്തത്, അതായത് ഹൈജീൻ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സിനെയും നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് എത്താം അല്ലേ. നമുക്ക് നോക്കാം അല്ലേ, ആൻസറിലേക്ക് തന്നെ പോകാം. ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്, ഇതിൽ നിന്ന് കറക്റ്റ് ഓപ്ഷൻസ് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇന്റർപേഴ്സണൽ റിലേഷൻ, വർക്ക്, അഡ്വാൻസ്മെന്റ്, അച്ചീവ്മെന്റ് ആൻഡ് സാലറി. ഇതിൽ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആൻഡ് ഇ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ഇന്റർപേഴ്സണൽ റിലേഷൻ, അതുപോലെ തന്നെ സാലറി. ഇന്റർപേഴ്സണൽ റിലേഷനും സാലറിയും ഇത് രണ്ടും മോട്ടിവേഷണൽ ഫാക്ടർ അല്ല, കാരണം ഇത് രണ്ടും ഹൈജീൻ ഫാക്ടർ ആണ്. ബിക്കോസ് ഇന്റർപേഴ്സണൽ റിലേഷൻസും സാലറിയും ഒരു എംപ്ലോയിയെ ഒരിക്കലും മോട്ടിവേറ്റ് ചെയ്യുന്നില്ല വർക്കിലോട്ട്. പക്ഷെ ഇത് രണ്ടും ഇല്ലെങ്കിൽ അവർ ഡിമോട്ടിവേറ്റഡ് ആയി പോവുകയും ചെയ്യും അല്ലെ. വർക്കിലേക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നില്ല, പക്ഷെ ഇത് രണ്ടും ഇല്ലെങ്കിലോ അവർ ഡിമോട്ടിവേറ്റഡ് ആയി പോകും. സോ അങ്ങനെയാണ് ഈ ഒരു ഇന്റർപേഴ്സണൽ റിലേഷനും സാലറിയും നമ്മളുടെ ഹൈജീൻ ഫാക്ടേഴ്സിൽ വരുന്നത്. ബാക്കി അതായത് വർക്ക് ഇറ്റ് സെൽഫ്, അഡ്വാൻസ്മെന്റ്, അച്ചീവ്മെന്റ്, ഇത് മൂന്നും എന്താണ്? ഇത് മൂന്നും നമ്മളുടെ മോട്ടിവേറ്റേഴ്സിൽ വരുന്ന ഫാക്ടേഴ്സ് ആണ് അല്ലെ. നമുക്ക് ആ ഹെസ്ബർഗിന്റെ 2 ഫാക്ടർ തിയറിയിൽ വരുന്ന കാര്യങ്ങളെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ മോട്ടിവേഷൻ ആൻഡ് ഹൈജീൻ തിയറി എന്ന് നമ്മൾ പറയാറുണ്ട്. അവിടെ മോട്ടിവേറ്റേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ഹൈജീൻ ഫാക്ടേഴ്സും ഉണ്ട്. മോട്ടിവേറ്റേഴ്സിൽ വരുന്നതാണ് അച്ചീവ്മെന്റ്, റെക്കഗ്നിഷൻ, വർക്ക്, റെസ്പോൺസിബിലിറ്റി, അഡ്വാൻസ്മെന്റ്, ഗ്രോത്ത്. അതുപോലെ ഡീമോട്ടിവേറ്റേഴ്സ് അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫയേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ബ്യൂറോക്രസി, റിലേഷൻഷിപ്പ്, വർക്ക് കണ്ടീഷൻ, സ്റ്റാറ്റസ്, സാലറി, ജോബ് സെക്യൂരിറ്റി. ഇതും നിങ്ങളൊന്ന് പ്രോപ്പറായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ഓൺ അഗ്രികൾച്ചറൽ ഇൻകം ഈസ് ഇൻക്ലൂഡഡ് ഇൻ ടോട്ടൽ ഇൻകം ഇഫ്. ഇവിടെ നമ്മൾ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അഗ്രികൾച്ചറൽ ഇൻകം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത് സിറ്റുവേഷനിലാണ്? ഓപ്ഷൻ എ വരുന്നത് അഗ്രികൾച്ചറൽ ഇൻകം എക്സീഡ് 5,000, agricultural income exceed 10,000, exceed 50,000. Then option D, agricultural income exceed 5,000 and total income exceed the exemption limit. ഏത് കേസിലായിരിക്കും? സിമ്പിൾ ആണ് അല്ലേ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് വേഗം ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. യെസ്, ഓഫ് കോഴ്സ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അഗ്രികൾച്ചറൽ ഇൻകം എക്സീഡ് 5,000, അതായത് അഗ്രികൾച്ചറൽ ഇൻകം 5,000 കൂടുതലായിരിക്കണം. അതിനോടൊപ്പം തന്നെ നമ്മളുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എക്സംഷൻ ലിമിറ്റിൽ കൂടിയിരിക്കണം. അതായത് നമ്മളുടെ ടോട്ടൽ ഇൻകം, നമ്മളുടെ എക്സംഷൻ ലിമിറ്റ് നമ്മളുടെ ഓൾഡ് റിജൈം വെച്ച് നോക്കുവാണെങ്കിൽ 2,50,000 ആണ് അല്ലെ, 2,50,000 വരെ ടാക്സ് ഇല്ല. അപ്പോൾ അതിൽ കാട്ടിലും കൂടുതലായിരിക്കണം ടോട്ടൽ ഇൻകം. ദെൻ അഗ്രികൾച്ചറൽ ഇൻകം 5,000 കൂടുതലായിരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ ഈ ഒരു അഗ്രികൾച്ചറൽ ഇൻകത്തിനെ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ അഗ്രികൾച്ചറൽ ഇൻകത്തിനെ പറ്റി ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 10 സബ്സെക്ഷൻ 1 ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട്. ഇൻകം ടാക്സ് പഠിക്കുമ്പോൾ സെക്ഷൻസ് ഉൾപ്പെടെ പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കണം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following are methods of assessment of economic viability of the product? പ്രോഡക്റ്റിന്റെ എക്കണോമിക് വയബിലിറ്റി അസസ് ചെയ്യുന്നത് ഇതിൽ ഏതൊക്കെ മെത്തേഡുകൾ ഉപയോഗിച്ചാണ്? മെത്തേഡുകൾ നിങ്ങൾക്ക് കാണാം. പേ ബാക്ക് പീരീഡ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, നെറ്റ് പ്രസന്റ് വാല്യൂ, ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. ഇതിൽ ഏതൊക്കെ മെത്തേഡുകളാണ് നമ്മൾ ഈ ഒരു പ്രൊജക്ടിന്റെ എക്കണോമിക് വയബിലിറ്റിയെ ടെസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്? എക്കണോമിക് വയബിലിറ്റി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നമ്മൾ എന്താ ഒരു മോണിറ്ററി ടേംസിലോട്ട് പോകുന്നുണ്ട് അല്ലേ. അതായത് നമ്മൾക്ക് മോണിറ്ററി ടേംസിൽ വയബിൾ ആണോ, നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ, പ്രോഫിറ്റ് ഉണ്ടാകുമോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ ഇതിൽ ഏതൊക്കെ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും? ഓപ്ഷൻസ് ഉണ്ട്. ABC, ABCD, BCDE, ACDE. ഇതിൽ ഏതൊക്കെയാണ്? നോർമലി നമ്മൾ എക്കണോമിക് വയബിലിറ്റി ഒക്കെ കണ്ടുപിടിക്കാനാണല്ലേ പേ ബാക്ക് പീരീഡ് അല്ലെ. പേ ബാക്ക് പീരീഡ് വെച്ചിട്ട് നമ്മൾ ഒരു പ്രോജക്റ്റിന്റെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് തിരിച്ചു കിട്ടാൻ എത്ര പീരീഡ് എടുക്കുമെന്നാണ് പേ ബാക്ക് പീരീഡിൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്നത്. ദെൻ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ്, നെറ്റ് പ്രസന്റ് വാല്യൂ, അവിടെ നമ്മൾ ടൈം വാല്യൂ ഓഫ് മണിയും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ. ഇതെല്ലാം നമ്മൾക്ക് ഈ ഒരു എക്കണോമിക്കലി റിലേറ്റഡ് ആണ് അല്ലേ, കുറച്ച് മോണിറ്ററി റിലേറ്റഡ് ആണ്. ദെൻ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്, CPM. എന്താണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്? ഒരു പ്രോജക്റ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് പാത്ത് അല്ലെങ്കിൽ ആ ഒരു വഴിയാണ് അല്ലേ. നമ്മൾ ക്രിട്ടിക്കൽ പാത്തിന്റെ ആക്ടിവിറ്റീസും ഒക്കെ നമ്മൾ വരച്ച് പഠിച്ചിട്ടുള്ളതായിരിക്കും. നിങ്ങൾ ഡിഗ്രി PG ലെവലിലൊക്കെ പഠിക്കുമ്പോൾ ക്രിട്ടിക്കൽ പാത്ത് നമ്മൾ വരച്ച് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ.
സോ ആ ഒരു രീതിയിൽ ചെയ്യുമ്പം ഏറ്റവും ലോങ്ങസ്റ്റ് പാത്തും ഷോർട്ടസ്റ്റ് പാത്തും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. സോ ആ ഒരു ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുമ്പോൾ ഒരു പ്രൊജക്റ്റ് നമുക്ക് ഫൈനലൈസ് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിന്റെ എങ്ങനെ നമുക്ക് അതിനെ അച്ചീവ് ചെയ്യാം, ആ ഒരു പാത്താണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എക്കണോമിക് വയബിലിറ്റിയിലോട്ട് വരുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? യെസ്, ഓപ്ഷൻ എ, ബി, സി ആൻഡ് ഡി. ഈ 4 കാര്യങ്ങൾ അല്ലേ, പേ ബാക്ക് പീരീഡ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, നെറ്റ് പ്രസന്റ് വാല്യൂ, ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ. ഇത് 4മാണ് നമ്മൾ എക്കണോമിക് വയബിലിറ്റിയൊക്കെ അസസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ദ ഫോർമുല ഫോർ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ, CAPM. CAPMൽ നമുക്ക് ഈ ഒരു ഏത് ഫോർമുലയാണ് CAPMൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്? KJ = RF + B × RF. B എന്ന് ഉദ്ദേശിക്കുന്നത് ബീറ്റയാണ്, ബീറ്റ ഇൻറ്റു RF - RM. ദെൻ എക്സ്പെക്റ്റഡ്, നമ്മളുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എക്സ്പെക്റ്റഡ് റിട്ടേണിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. സോ ഇവിടെ ദെൻ നെക്സ്റ്റ് നമുക്ക് ഈ ഫോർമുലാസ് മാറി മാറി വരാം കേട്ടോ. ചിലതിൽ K എന്ന് മാത്രം വരാം, ചിലതിൽ KJ എന്ന് തരാം. അത് നമുക്ക് ആ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ചെറിയ ചെറിയ രീതിയിൽ ഈ തന്നിരിക്കുന്ന ഡിനോട്ട് ചെയ്തിരിക്കുന്ന ടേംസിൽ ചെറിയ മാറ്റങ്ങൾ വരാം. അത് നമ്മൾക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഇല്ല. നമുക്ക് ആ ഒരു ഫോർമുലയാണ് പ്രോപ്പറായിട്ട് നോക്കേണ്ടത്. RF + β × RM - RF. Then K = R + β × R - M. K = R - β × R - R. ഇതിലേതാണ് CAPMൽ നമ്മൾ ചെയ്യാറുള്ളത്? യെസ്, ഓപ്ഷൻ ബി ആണ് അല്ലേ, RF + β × RM - RF. എന്താണ് ഈ RFും ബീറ്റയും RMും ഒക്കെ? ഇവിടെ നമ്മൾ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണല്ലേ കണ്ടുപിടിക്കുന്നത്, എക്സ്പെക്റ്റഡ് റിട്ടേണോ അല്ലെങ്കിൽ നമുക്ക് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ, ഒരു സെക്യൂരിറ്റിയിൽ നമ്മൾക്ക് വേണ്ട റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ CAPM ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ R = R എന്നും പറയാം, ചില ക്വസ്റ്റ്യൻസിൽ KJ എന്നും പറയാം. റിക്വയർഡ് റിട്ടേൺ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് RF + β × RM - RF. അത് തന്നെയാണ് നമ്മുടെ ഓപ്ഷൻ ബിയിൽ പറഞ്ഞിട്ടുള്ളത്, RF + β × RM - RF. RF എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ റേറ്റിനെയാണ് RF എന്ന് പറയുന്നത്, റിസ്ക് ഫ്രീ റേറ്റ്. റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗവൺമെന്റ് ബോണ്ടുകളിലും ഗവൺമെന്റ് സെക്യൂരിറ്റീസിലും ഒക്കെ കിട്ടുന്ന ഈൽഡാണ് റിസ്ക് ഫ്രീ റേറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. കാരണം ആ ഒരു ഗവൺമെന്റ് സെക്യൂരിറ്റീസിലൊന്നും നമുക്ക് റിസ്ക് ഇല്ലല്ലോ. സോ റിസ്ക് ഫ്രീ റേറ്റ് ആണ് RF. ദെൻ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? സിസ്റ്റമാറ്റിക് റിസ്കിനെയാണ് നമ്മൾ ബീറ്റയിൽ കൂടി പറയുന്നത് അല്ലേ. സിസ്റ്റമാറ്റിക് റിസ്ക്, അതായത് ഒരു സിസ്റ്റത്തിനെ മൊത്തം ബാധിക്കുന്ന റിസ്കുകളാണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. സോ ആ സെക്യൂരിറ്റിയുടെ ബീറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് സിസ്റ്റമാറ്റിക് റിസ്ക്, അതായത് ഓവറോൾ മാർക്കറ്റിനും ഉണ്ടാകാൻ പോകുന്ന റിസ്ക് ആണ് ബീറ്റയിൽ പറയുന്നത്. ദെൻ RM എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെക്റ്റഡ് മാർക്കറ്റ് റിട്ടേൺ ആണ് RMൽ ഡിനോട്ട് ചെയ്യുന്നത്, എക്സ്പെക്റ്റഡ് മാർക്കറ്റ് റിട്ടേൺ. ദെൻ ഓക്കെ, സോ ഇവിടെ നമുക്ക് CAPM യൂസ് ചെയ്തിട്ട് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ, ഒരു സെക്യൂരിറ്റിയുടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ഈക്വൽ ടു RF + β × RM - RF. അതായത് റിസ്ക് ഫ്രീ റേറ്റ് പ്ലസ് സിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. അതായത് റിസ്ക് ഫ്രീ റേറ്റിന്റെ കൂടെ സിസ്റ്റമാറ്റിക് റിസ്ക് ആണ് ബീറ്റയിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അല്ലെ, സിസ്റ്റമാറ്റിക് റിസ്ക്. സോ റിസ്ക് ഫ്രീ റേറ്റ് പ്ലസ് ബീറ്റ × RM - RF, അതായത് എക്സ്പെക്റ്റഡ് മാർക്കറ്റ് റിട്ടേൺ മൈനസ് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ. ഈ ഒരു രീതിയിലാണ് നമ്മൾ CAPM മോഡലിൽ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾക്ക് CAPM പോലെയുള്ള മോഡൽസിനും കുറച്ചേറെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അതും നിങ്ങളൊന്ന് പ്രോപ്പറായിട്ട് പഠിച്ചു വെച്ചേക്കുക. നമ്മൾ നെറ്റ് എക്സാംസിനും സെറ്റിലും ഒക്കെ ചോദിക്കാറുള്ള നമ്മളുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലേക്ക് വരുമ്പം അവിടെ നമ്മളുടെ തിയറീസ് വരുന്നുണ്ട്, ക്യാപിറ്റൽ സ്ട്രക്ചർ, അതുപോലെ തന്നെ അതിന്റെ തിയറീസ് വരുന്നുണ്ട്. ദെൻ വർക്കിംഗ് ക്യാപിറ്റലിനെ പറ്റിയിട്ട് പ്രോപ്പറായിട്ടൊന്ന് നോക്കി വെച്ചേക്കണം. അതുപോലെ തന്നെ അവിടെ കുറച്ച് ഇക്വേഷൻസ് നമുക്ക് പഠിച്ചു വെക്കാനുണ്ട് അല്ലേ, പ്രോബ്ലംസും ചോദിക്കാറുള്ള ഏരിയയാണ്. സോ അതും നമ്മളൊന്ന് പ്രോപ്പറായിട്ട് നോക്കി വെച്ചേക്കാം. ദെൻ നമ്മളുടെ ടാക്സിലേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിലും എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്, സെക്ഷൻസ് പഠിച്ചു വെച്ചിരിക്കണം. സെക്ഷൻസ് നമ്മൾക്ക് എക്സാംസിന് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, അവിടെ നമ്മൾ എല്ലാ സെക്ഷൻസും, അതായത് ഡിഡക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ 80C to 80U വരെയുള്ള ചാപ്റ്റർ 6A ഡിഡക്ഷൻസ് എന്ന് പറയും അല്ലേ. അപ്പോൾ ചാപ്റ്റർ 6A ഡിഡക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചു വെച്ചേക്കണം. കാരണം ആ ഡിഡക്ഷൻസ് പഠിക്കുമ്പോൾ അതിന്റെ സെക്ഷൻസും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. സെക്ഷൻസ് മാത്രമല്ല, സെക്ഷൻസിന് പുറമെ ഓരോ ഡിഡക്ഷനിലും വരുന്ന
എത്രയാണോ എക്സംഷൻ ലിമിറ്റ്, അതായത് ചിലപ്പോൾ ചില ഡിഡക്ഷൻസ് കംപ്ലീറ്റ്ലി നമുക്ക് എക്സംപ്റ്റഡ് ആകാം, ചിലതിൽ 2,50,000 വരെ എന്ന് പറയാം. അപ്പോൾ ആ ഒരു ലിമിറ്റ് എത്ര വരെയാണ് എന്നൊന്ന് പ്രോപ്പറായിട്ട് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. സോ അത് നമുക്ക് എക്സാംസിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, മാച്ച് ദ ഫോളോയിങ് ആയിട്ടും അതുപോലെ തന്നെ ട്രൂ ഓർ ഫോൾസിലും മറ്റും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ്. സോ ആ ഒരു എക്സംഷൻസും ഡിഡക്ഷൻസും അതിൻ്റെ സെക്ഷൻസും ലിമിറ്റുകളും പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് അഗ്രികൾച്ചറൽ ഇൻകത്തിനെ പറ്റി ചോദിച്ചിരുന്നു അല്ലേ? അഗ്രികൾച്ചറൽ ഇൻകത്തിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കുറച്ച് ഏറെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇൻകം ടാക്സ് പഠിക്കുന്ന സമയത്ത് നമ്മളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പ്രോപ്പറായിട്ട് പഠിച്ചു വെക്കണം. മോട്ടോർ വെഹിക്കിൾസിനെ പറ്റിയിട്ടും നമ്മളുടെ ഇൻകം ഫ്രം സാലറി ഒക്കെ പഠിക്കുമ്പോൾ അവിടെ മോട്ടോർ വെഹിക്കിൾസിൻ്റെ ഒക്കെ കുറച്ച് കാൽക്കുലേഷൻസ് വരുന്നുണ്ട്, അതും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത്. സോ നമ്മളുടെ I+നോടൊപ്പം ചേർന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. പ്രോപ്പറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, ഓക്കെ. സോ നമ്മളെപ്പോഴും എത്രത്തോളം മാക്സിമം പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നോ അത്രത്തോളം നമുക്ക് ബെനഫിഷ്യൽ ആയിരിക്കും അല്ലേ? ഇനി വരുന്ന എക്സാംസിനും, ഇനി നമ്മൾക്ക് ഡിസംബറിൽ എക്സാംസ് വരുന്നുണ്ടല്ലേ? സോ ഡിസംബർ എക്സാംസിലും മറ്റും നിങ്ങളൊന്നും കൂടി പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് വീക്ക് ഏരിയാസ് ഒക്കെ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മൾക്ക് I+ന്റെ ടീം കൂടെ ഉണ്ട്. സോ I+നോടൊപ്പം ചേർന്നും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാം. സോ ഈ ഒരു വരുന്ന എക്സാമിൽ നിങ്ങൾ നെറ്റ് മാത്രം ഫോക്കസ് ചെയ്യരുത്, JRF എന്ന് തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. കാരണം ആ ഒരു ടോപ്പ് 1% എത്തണമെങ്കിൽ നമ്മൾ കുറച്ച് എഫേർട്ട് കൂടുതൽ ഇടണം അല്ലേ? പക്ഷേ നമ്മൾ ആ ഒരു എഫേർട്ട് ഇട്ടാൽ ഒരിക്കലും നമ്മൾക്കത് നഷ്ടമാകില്ല. ഹാർഡ് വർക്ക് ഓൾവേസ് പേസ് ഓഫ് എന്നാണ് പറയുന്നത് അല്ലേ? നമ്മൾ വർക്ക് ചെയ്യുക, നമ്മളുടെ ഹാർഡ് വർക്ക് ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്തില്ല. നമ്മൾ വർക്ക് ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ് നമ്മൾക്ക് കിട്ടുന്നതായിരിക്കും. സോ എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി ഓണം. താങ്ക് യു ഓൾ. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.